അതിലെ നൂറേൻ ലിവിങ് റൂമിൽ വന്ന് ഷീറ്റൊക്കെ വിരിച്ച് കിടക്കുകയാണ്. അപ്പം രണ്ടുപേരുടെ നേരത്തെ തൊട്ടേ ഇച്ചിരി ഉടക്കിലാണ്. നൂറ ഫ്രീ ആയിട്ട് നടക്കുന്നു. അതിൽ നാളത്തെ എവിക്ഷൻ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നടക്കുന്നു. അപ്പം രണ്ടുപേരും എന്തോ പറഞ്ഞ വഴിയിൽ ആദില പറഞ്ഞ്, നിനക്ക് പേടിയില്ലല്ലോ എവിക്ഷന്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നതെന്ന്. അപ്പം അത് നൂറയ്ക്ക് നല്ലോണം ഫീൽ ചെയ്ത്. കാരണം അനിമോൾ അങ്ങനെ പറഞ്ഞ് അത് മനസ്സിൽ കിടക്കുകയാണ്. അതിൻ്റെ കൂടെ ഇപ്പം പാർട്ട്ണറും പറഞ്ഞെന്നുള്ള രീതിയിലാണ് അത് നൂറ മിണ്ടാതെ കിടക്കുന്നത്. അങ്ങനെ ഷീറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിൽ തിരിഞ്ഞ് കിടന്ന്. അപ്പോൾ പറഞ്ഞു, ബേബി ഇങ്ങോട്ട് വന്ന് കട, ബേബി ഇങ്ങോട്ട് വന്ന് കട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പറഞ്ഞു, ഇല്ല എനിക്കൊന്നും സംസാരിക്കാനില്ല, എനിക്കൊന്നും പറയാനില്ലെന്ന് പറയുന്നത്. അപ്പം നൂറ ചോദിക്കുന്നത്, ബേബി ഒന്ന് പറ, ഞാൻ പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ചൊറിയാൻ വേണ്ടിയല്ല, എന്നോട് പറഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്ന് നൂറ പറയുന്നു. എനിക്കതിൽ നല്ല ദേഷ്യമുണ്ട്. ഓൾറെഡി ഒരാൾ പറഞ്ഞ് എന്നെ ഹേർട്ടാക്കി കുത്തി നോവിച്ചുകൊണ്ടിരുന്നതാണ്. അത് തന്നെ സെയിം സാധനം പിന്നെ എടുത്തിട്ട് എനിക്കതിൻ്റെ ദേഷ്യം ഞാൻ കാണിക്കും എന്ന് നൂറ പറയുകയാണ്. ബേബി ആ സാധനം പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് നൂറ. എനിക്കിപ്പോൾ പറയാൻ മനസ്സില്ല എന്ന് ആദില പറയാണ്. ഇവിടെ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, ഒന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ? ബേബി ഓക്കെ ആവട്ടെ എന്നിട്ട് പറയാം. ഞാൻ ഓക്കെ ആവാൻ കുറേ ടൈം എടുക്കുമെന്ന് നൂറ. ടൈം എടുത്തോ? അപ്പം നൂറ പറയുന്നെങ്കിൽ പറയും, ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് കിടക്കുകയാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നു എന്ന് പറയുമ്പം പറയുന്നത്, ഇല്ല എനിക്ക് ഓക്കെ അല്ല എന്ന് പറയുന്നത് ആദില. നൂറ പറയുന്നത്, സ്വന്തം കാര്യം നോക്കുന്നത് ഇപ്പം മനസ്സിലായി കേട്ടോ, ഉള്ളിലിരിപ്പാണല്ലോ ഇപ്പോൾ പുറത്ത് വന്നതെന്ന് നൂറ പറയുന്നു. അങ്ങനെ വരാൻ ഞാൻ നൂറയല്ലെന്ന് ആദില പറയുന്നു. അതിപ്പോൾ വായിന്ന് വന്നല്ലോ എന്ന് നൂറ പറയുന്നു. അഹങ്കാരം അല്ലേന്ന് നൂറ. എന്നിട്ട് പറയുന്നു, ബേബി ഇങ്ങോട്ട് കിടക്ക്, എനിക്ക് അങ്ങോട്ട് കിടക്കണ്ട, ബേബി ഇങ്ങോട്ട് കിടക്ക്, ബേബി ഇങ്ങോട്ട് കിടക്ക്. ബേബി തന്നെ തെറ്റായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് ബേബി തന്നെ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കേണ്ട ഓരോ ആവശ്യമില്ല ബേബി. മതി പ്രഹസനം, ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്ക്, നിർത്ത്. ദേഷ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ വായിൽ നിന്ന് എന്തോ വീണതാ എന്ന് ആദില പറയുന്നു. ദേഷ്യം വരുമ്പം വായിൽ നിന്ന് തോന്നിവാസങ്ങൾ വിളിച്ച് പറയുകയല്ല ബേബി ചെയ്യേണ്ടതെന്ന് നൂറ പറയുന്നു. അത് ബേബീനോട് തിരിച്ച് പറഞ്ഞു നോക്കണം, ബേബിക്ക് കൊള്ളണമെങ്കിലെന്ന് നൂറ പറയുക. പക്ഷേ ഞാനങ്ങനെ പറയൂല. വീണ്ടും ഇങ്ങോട്ട് കിടക്കെന്ന് പറയുന്നു. എങ്ങോട്ടെങ്കിലും കിടക്കട്ടെ, ഉറക്കം വരുന്ന ആൾ ഉറങ്ങുന്ന ആദില പറയുന്നു. ബേബി ഇങ്ങോട്ട് കിട ബേബി പ്ലീസ്, എന്നെ വെറുതെ വിടുന്ന ആദില. കിടന്നിട്ട് എന്തിനാണ്, മോക്കൊന്നും പറയാനൊന്നുമില്ലല്ലോ, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് ആദില നൂറ പറയുന്നു. മോളുറങ്ങ്, പിന്നെ ഞാൻ എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളാമെന്ന് ആദില. ഇങ്ങോട്ട് കിടക്ക്, ചെല്ല്, ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്ക്. നൂറ വീണ്ടും വിളിക്കുകയാണ്. വീണ്ടും നൂറ പറയാണ്, ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്ക് ബേബി. അങ്ങനെ തിരിഞ്ഞ് കിടന്നിട്ട് ആദില കൈയെടുത്ത് നൂറയുടെ മുഖത്ത് വെച്ചേക്കുന്നുണ്ട്. പക്ഷെ നൂറ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അതോടെ വീണ്ടും സൈലൻ്റായി. അപ്പം ബിഗ് ബോസ് അവസാനിക്കാറായപ്പോൾ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി. പാർട്ട്ണറും തെറ്റി, ബെസ്റ്റ് ഫ്രണ്ട്സും തെറ്റി, അനീഷും അനുമോളും തെറ്റി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി. എനിക്ക് തോന്നുന്നു ഇപ്പം വന്നിട്ട് നിവിൻ മാത്രമേ ഉള്ളൂ എല്ലാവരോടും നല്ല ഹാപ്പി ആയിട്ട് ഈ വീക്കിൽ നിന്നേന്ന് തോന്നുന്നു. എല്ലാവരും ഈ വീക്കിൽ പരസ്പരം ഓരോ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇമോഷണലായി എല്ലാവരും വേറെ പിരിഞ്ഞൊരവസ്ഥയിൽ എല്ലാവരോടും ഒരേമാതിരി ഈ വീക്കിൽ നിൽക്കുന്നത് നിവിൻ മാത്രമാണ്. നിവിൻ ഭയങ്കര എങ്കിൽ നിവിൻ ആ ടാസ്കിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, ഒരു പൈസ പോലും കിട്ടിയില്ല. അത്രയും വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലും എല്ലാവരോടും ഭയങ്കര സ്നേഹമായിട്ടെന്ന് വെച്ചാൽ അനുമോളോട് വരെ ഭയങ്കര സ്നേഹമായിട്ടാണ് നിവിൻ ഈ ആഴ്ച നിന്നത്.